Good morning students. Today we are going to deal about perquisites, and we know that we have already dealt with what is meant by specified employee. We know that perquisite is mainly divided into three: perquisite which is taxable for all employees, and perquisite which is taxable in the case of specified employees only, and tax-free perquisites. However, we have already discussed about the perquisites taxable in all cases, and in the last classes we have discussed about who is meant by a specified employee. And coming to the perquisites which is taxable in the case of specified employee, the first one is valuation of a car, and the most important one among this set, that is perquisite taxable in the case of specified employees only, is motor car itself. However, the valuation of the motor car is mainly divided into two types, that is car owned or hired by the employer and car owned by the employee. So there are two broad classes under which you have to discuss or you have to study a lot of cases. So for convenience and ease of studying, it is presented in the form of a table. So let's go through this, and you should understand that in the first case, that is here the valuation of motor car. And here the motor car is owned or hired by employer and provided to an employee. It is divided into two. ഒന്നാമത്തത് കാർ ഓൺഡ് ആൻഡ് ഹയേർഡ് ബൈ ദ എംപ്ലോയർ പ്രൊവൈഡഡ് ടു എംപ്ലോയി. രണ്ടാമത്തെ കേസും കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ തന്നെയാണ്. അപ്പം കാർ ഓൺഡ് ബൈ ദ എംപ്ലോയറിലെ പ്രധാനമായ രണ്ട് ചെറിയ സെക്ഷൻ എന്ന് പറയാം. അപ്പം കാർ എംപ്ലോയറിൻ്റെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ നില്ലാണ്. ₹1 പോലും എംപ്ലോയി ടാക്സ് കൊടുക്കണ്ട. എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി എന്തിനു ഉപയോഗിക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ യൂസിന് ഉപയോഗിക്കുകയാണെങ്കിൽ, ടീച്ചർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് പറയുന്നത് കേട്ടോ. എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഒഫീഷ്യൽ യൂസിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എംപ്ലോയി ടാക്സ് കൊടുക്കണ്ട. കാരണം ഓഫീസ് കാര്യങ്ങൾക്ക് എംപ്ലോയർ കാറ് തന്നു, അത് ഉപയോഗിക്കുന്നു. എന്നാൽ എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഫുള്ളി പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക്, ഓഫീസിലെ ഒരു കാര്യങ്ങൾക്കും എംപ്ലോയി ഉപയോഗിക്കുന്നില്ല എങ്കിൽ എത്ര രൂപയാണ് എംപ്ലോയി ടാക്സ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ്. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് ഡ്രൈവർ സാലറി, അതിനെയാണ് റെമ്യൂണറേഷൻ ഓഫ് ഷെഫർ എന്ന് പറയുന്നത്. പ്ലസ് ഡിപ്രീസിയേഷൻ അറ്റ് 10% per annum ഓഫ് ദ ആക്ച്വൽ കാർ കോസ്റ്റ് ഓഫ് ദ കാർ. അപ്പോൾ അതാണ് പറഞ്ഞത് കോസ്റ്റ്. അതായത് കാർ ഓൺഡ് ഓർ ഹയേർഡ് ബൈ ദി എംപ്ലോയർ ആണെങ്കിൽ, കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണ്, എംപ്ലോയി ഫുള്ളി പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് remuneration of the chauffeur or driver plus depreciation at 10% per annum of the actual cost of the car. ഇനി എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി രണ്ട് കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി രണ്ട് കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ പർപ്പസിനും എംപ്ലോയി ഉപയോഗിക്കുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട്. അതിന് രണ്ട് ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുന്ന കാറിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചിലവുകൾ എംപ്ലോയറാണ് വഹിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ടാക്സബിളായിട്ട് വരിക? ഈ എംപ്ലോയറിൻ്റെ കാറ് തന്നെ എംപ്ലോയി ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ബോൺ ബൈ ദ എംപ്ലോയി ആണെങ്കിൽ എന്താണ് കേസ് വരിക? അപ്പോൾ എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും ഉപയോഗിക്കുന്നു. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എംപ്ലോയർ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്മോൾ കാറാണ് എങ്കിൽ 1800 പെർ മന്തും, ലാർജ് കാറാണെങ്കിൽ 2400 പെർ മന്തും. ഡ്രൈവറിൻ്റെ സാലറി തന്നിട്ടുണ്ട് എങ്കിൽ രണ്ടിൻ്റെ കൂടെയും 900 പെർ മന്ത് ആഡ് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. പക്ഷേ ഇത് പഠിച്ചേ പറ്റൂ പ്രോബ്ലം ചെയ്യണമെങ്കിൽ. ഇനി
ഇതേ കേസ് നമ്മളിപ്പോൾ പറഞ്ഞത് എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്നു, പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യുന്നു. റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചിലവുകൾ എംപ്ലോയിയാണ് വഹിക്കുന്നതെങ്കിൽ സ്മോൾ കാറിനാണെങ്കിൽ 600 പെർ മന്തും ലാർജ് കാറിനാണെങ്കിൽ 900 പെർ മന്തും. രണ്ടിൻ്റെ കൂടെയും നേരത്തെ പറഞ്ഞ അത്രയും തന്നെ എമൗണ്ട് ₹900 പെർ മന്ത് ഡ്രൈവറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിരിക്കണം. ഇനി എംപ്ലോയർക്ക് ഒന്നിൽ കൂടുതൽ കാറുകളുണ്ട്. മോർ ദാൻ 1 കാർ പ്രൊവൈഡഡ് ടു ആൻ എംപ്ലോയി ഫോർ പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്. അപ്പോൾ എംപ്ലോയർ ഒന്നിൽ കൂടുതൽ കാറുകൾ എംപ്ലോയിക്ക് ഉപയോഗിക്കാനായി കൊടുക്കുന്നു എങ്കിൽ ഒരു കാറ് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ടാക്സ് ചെയ്യണം. മറ്റേ കാറ് ആസ് കംപ്ലീറ്റ്ലി ഫോർ പേഴ്സണൽ പർപ്പസ് ഓഫ് ദി എംപ്ലോയി എന്നുള്ള രീതിയിൽ വേണം ടാക്സ് ചെയ്യാൻ. അപ്പം ഈ ചാർട്ട് നിങ്ങൾ മനസ്സിൽ കാണണം. എംപ്ലോയറിൻ്റെ കാറാണ്. എംപ്ലോയർ ഏകദേശം ഇവിടെ 6 കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. 6 കാര്യങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയിക്ക് അല്ലെങ്കിൽ എംപ്ലോയി ഫുള്ളി ഒഫീഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുമ്പം ടാക്സ് കൊടുക്കണ്ട. എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഫുള്ളി പേഴ്സണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ എംപ്ലോയിയുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയാണ് എംപ്ലോയി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എത്ര രൂപയാണോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് മെയിൻ്റനൻസ് അതിനൊക്കെ വന്നിട്ടുള്ളത് അതിന് എംപ്ലോയി ടാക്സ് കൊടുക്കണം. പ്ലസ് എംപ്ലോയറിൻ്റെ ഡ്രൈവറിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ആ എമൗണ്ടിന് ആഡ് ചെയ്യണം. പിന്നെ ഡിപ്രീസിയേഷൻ, അതായത് ആ വണ്ടി എംപ്ലോയറിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ 10% ഡിപ്രീസിയേഷൻ, ഇത് 3ഉം കൂടി കൂട്ടിയ തുകയാണ് ടാക്സബിൾ ആയിട്ടുള്ളത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം. ദ തേർഡ് വൺ ഇസ് മിക്സഡ് യൂസ്. മിക്സഡ് യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ആസ് വെൽ ആസ് പേഴ്സണൽ പർപ്പസ്. അപ്പം മിക്സഡ് യൂസിന് 2 തരത്തിൽ വരാം. ഇതിൻ്റെ ചിലവുകൾ എംപ്ലോയർ വഹിക്കുന്ന കേസും ഇതിൻ്റെ ചിലവുകൾ എംപ്ലോയി വഹിക്കുന്ന കേസും. ഇതിൻ്റെ ചിലവുകൾ എംപ്ലോയർ വഹിക്കുന്ന കേസായാലും എംപ്ലോയി വഹിക്കുന്ന കേസാണെങ്കിലും സ്മോൾ കാർ എന്നും ലാർജ് കാർ എന്നും ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇഫ് ഓൾ ദ എക്സ്പെൻഡിച്ചേഴ്സ് ആർ മെറ്റ് ബൈ ദ എംപ്ലോയർ ടാക്സബിൾ വാല്യൂ കൂടുതലാണ്. 1800 പെർ മന്താണ്. ലാർജ് കാറാണെങ്കിൽ 2400 പെർ മന്ത് പ്ലസ് ഡ്രൈവറിൻ്റെ റെമ്യൂണറേഷൻ 900 പെർ മന്ത് ആഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസ്, എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ചിലവ് വഹിക്കുന്നത് എംപ്ലോയിയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൊടുക്കേണ്ട തുക കുറവാണ്. അതായത് എംപ്ലോയർ കൊടുക്കുന്ന തുകയേക്കാൾ കുറവാണ്. ഇവിടെ സംഭവിക്കുന്ന സ്മോൾ കാറിൽ 600 പെർ മന്തും ലാർജ് കാറിൽ 900 പെർ മന്തുമാണ്. റെമ്യൂണറേഷൻ ഓഫ് ദി ഡ്രൈവർ 2 സ്ഥലത്തും ആഡ് ചെയ്യേണ്ടത് 900 പെർ മന്താണ്. റെമ്യൂണറേഷൻ ഓഫ് ദി ഡ്രൈവറെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് only if it is given in the question. ഓക്കെ. പിന്നെ മോർ ദാൻ 1 കാറ്, എംപ്ലോയറിന് ഒരുപാട് കാറുകളുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കാറുകൾ എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ എംപ്ലോയറിൻ്റെ ആദ്യത്തെ ഒരു കാറ് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനുമായി എംപ്ലോയി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ടാക്സ് ചെയ്യണം. മറ്റ് കാറുകളെല്ലാം എംപ്ലോയി പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ടാക്സബിൾ ആയിട്ടുള്ള പ്രൊവിഷൻ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 6 കേസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കേസെല്ലാം മോട്ടോർ കാറിൻ്റെ കേസാണ്. ഇവിടെ എല്ലാം എംപ്ലോയറിൻ്റെ കാറാണ് എംപ്ലോയി പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി അടുത്തത്, ഇവിടെ എംപ്ലോയിയുടെ കാറാണ്. കാറ് ഓൺ ചെയ്യുന്നത് എംപ്ലോയിയാണ്. പക്ഷേ എംപ്ലോയി അത് ഇത് പറഞ്ഞ പോലെ ഒഫീഷ്യൽ പർപ്പസിനും പേഴ്സണൽ പർപ്പസിനും മിക്സഡ് പർപ്പസ്, അതായത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ടാക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. കാറ് ഒഫീഷ്യൽ പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എംപ്ലോയിയുടെ കാറാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ് ഇവിടെ കേട്ടോ. അപ്പോൾ കാറ് ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട, വാല്യൂ ഇസ് നിൽ. ഇനി കാറ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദി എംപ്ലോയർ, അതാണ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ. ഇനി
The car is used partly for official purpose and partly for private purpose ആണ് എങ്കിൽ സ്മോൾ കാറെന്നും ലാർജ് കാറെന്നും കാറിനെ തരം തിരിച്ച ശേഷം വേണം എംപ്ലോയി ടാക്സ് കൊടുക്കാൻ. ഇനി സ്മോൾ കാറാണ് എങ്കിൽ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ അല്ലെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ ദ എംപ്ലോയർ ലെസ് 1,800 less per month less 900 per month for the driver. അതാണ് പെർക്വിസിറ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി ലാർജ് കാറാണെങ്കിലോ എമൗണ്ട് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ബൈ ദ എംപ്ലോയർ ലെസ് ₹2,400 per month ലെസ് ₹900 per month for the driver or chauffeur. അതാണ് പെർക്വിസിറ്റ് വാല്യൂ. ഇപ്പോൾ കാർ ഓൺഡ് ബൈ ദ എംപ്ലോയി നമ്മളിപ്പം 3 ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഫുള്ളി ഒഫീഷ്യൽ യൂസ്, ഫുള്ളി പേഴ്സണൽ യൂസ് ആൻഡ് മിക്സഡ് യൂസ്. ഓക്കെ, തിയറി നന്നായിട്ട് പഠിച്ചാലേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദ പെർക്വിസിറ്റ് ഓഫ് ദി മോട്ടോർ കാർ പ്രൊവൈഡഡ് ടു ദ എംപ്ലോയി and owned by the employer in the following cases. Large car, all expenses are borne by the employer. The car is solely used for official purposes. അതാണ് ആദ്യത്തെ കേസ്. ഓൾ എക്സ്പെൻസസ് ആർ ബോൺ ബൈ ദ എംപ്ലോയർ. കാർ ഇസ് സോൺലി യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. 4 തരം കേസുകൾ ഒന്നിച്ചിട്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലാർജ് കാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ എക്സ്പെൻസസും എംപ്ലോയറാണ് മീറ്റ് ചെയ്യുന്നത്. മോട്ടോർ കാർ പ്രൊവൈഡഡ് ടു ദി എംപ്ലോയി ഓൺഡ് ബൈ ദ എംപ്ലോയറാണ് എന്ന ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയറിൻ്റെ കാറ് ലാർജ് കാറാണ്, എംപ്ലോയി ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. സോൾലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ടാക്സ് ചെയ്യും? നമ്മളിപ്പം വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ തിയറി. ഫസ്റ്റ് ചാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് ഫുള്ളി ഫോർ ഒഫീഷ്യൽ യൂസ് ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ എന്നാണ് പഠിച്ചത്. അപ്പം ഈ ആദ്യത്തെ കേസിൽ എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി ₹1 പോലും ടാക്സ് കൊടുക്കണ്ട. ആൻസറിൽ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഇസ് നിൽ ആസ് ദ കാർ ഇസ് സോൺലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അത് പറഞ്ഞാൽ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ടാക്സ് കൊടുക്കണ്ട. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ലാർജ് കാർ, all expenses borne by the employer which are ₹60,000 during the previous year. Cost of the car ₹2,80,000. The car is solely used for private purpose of the employee. സോൺലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓഫ് ദ എംപ്ലോയി. ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുമുണ്ട് മോട്ടോർ കാർ എംപ്ലോയറിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി തൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് ഈ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറിയിൽ പഠിച്ചത് എംപ്ലോയറിൻ്റെ കാറ് എംപ്ലോയി പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രം ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഈ രണ്ടാമത്തെ കേസ് ഫുള്ളി പേഴ്സണൽ യൂസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് പ്ലസ് remuneration of chauffeur plus depreciation at 10% per annum of the actual cost of the car എന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ കേസിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് 60,000 ആണ് എംപ്ലോയറെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? പ്ലസ് റെമ്യൂണറേഷൻ ഓഫ് ദ ഷഫർ ഓർ ഡ്രൈവർ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അപ്പോൾ അതെടുക്കണ്ട. പ്ലസ് ഡിപ്രീസിയേഷൻ അറ്റ് 10% പെർ ആനം ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ കാർ. അപ്പോൾ കോസ്റ്റ് ഓഫ് ദ കാർ എന്ന് പറഞ്ഞ് 2,80,000 തന്നിട്ടുണ്ട്. അതിൻ്റെ 10% ആണ് ഒരു വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ 60,000 പ്ലസ് 28,000 ദാറ്റ് ഈസ് 88,000 ആണ് കാറ് സോൺലി യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ എംപ്ലോയർക്ക് കൊടുക്കേണ്ട എംപ്ലോയി ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ്. എങ്ങനെയാണ് 88,000 കിട്ടിയത്?
60,000, the value of perquisite is 60,000, അതായത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ്, പ്ലസ് ഷെഫറിൻ്റെ വാല്യൂ തന്നിട്ടില്ല, ഷെഫർ ഇതിലില്ല, അതുകൊണ്ട് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കണ്ട, പ്ലസ് ഡിപ്രീസിയേഷൻ അറ്റ് 10% പെർ ആനം ഓഫ് ദി ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി കാർ. കോസ്റ്റ് ഓഫ് ദി കാർ എന്ന് പറഞ്ഞിട്ടുള്ളത് 2,80,000 ആണ്. അതിൻ്റെ 10% 28,000. സോ 60,000 പ്ലസ് 28,000 ഇസ് ഈക്വൽ ടു 88,000. ഇനി തേർഡ് കേസ് നോക്കാം. തേർഡ് കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ലാർജ് കാർ ലാർജാണ്, മെൻറ്റ് ബോത്ത് ഫോർ പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്, ഓൾ എക്സ്പെൻസസ് ബോൺ ബൈ ദ എംപ്ലോയർ. നമ്മൾ തിയറി പഠിച്ചതാണ്. ഇഫ് ഓൾ എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ദ എംപ്ലോയർ. തിയറി നമുക്കൊന്നുകൂടി നോക്കാം. തിയറിയിൽ നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ബോൺ ബൈ ദ എംപ്ലോയർ. സ്മോൾ കാർ ആണെങ്കിൽ 1,800 പെർ മന്തും, ലാർജ് കാർ ആണെങ്കിൽ 2,400 പെർ മന്തും, പ്ലസ് ഡ്രൈവർ അറ്റ് ₹900 പെർ മന്ത് അല്ലേ? രണ്ട് കേസിലും ആഡ് ചെയ്യണം. അപ്പം നമ്മളുടേത് ലാർജ് കാറാണ്, അപ്പം നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത് 2,400 × 12 ആണ്. ഓക്കെ, നമ്മളുടെ കേസിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റനിൽ ഡ്രൈവറിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അതെടുക്കണ്ട. സോ ദ ടാക്സബിൾ വാല്യൂ ഓഫ് ദ പെർക്വിസിറ്റ് ഇൻ ദ കേസ് ഇസ്, ദാറ്റ് ഇസ് തേർഡ് കേസ്, മെൻറ്റ് എംപ്ലോയേഴ്സ് കാർ വിച്ച് ഇസ് മെൻറ്റ് ഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ യൂസ്, ഓൾ എക്സ്പെൻസസ് മെറ്റ് ഓർ ബോൺ ബൈ ദ എംപ്ലോയർ. ഈ കേസിൽ taxable value of the perquisite will be 2,400 into 12, that is equal to 28,800. In a fourth case, small car meant for both private and official use, all expenses borne by the employer, chauffeur is also provided free of charge. കണ്ടോ? അപ്പം എംപ്ലോയറിൻ്റെ കാറ്, എംപ്ലോയറിൻ്റെ കാറാണെന്ന് ആദ്യം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അല്ലേ? എംപ്ലോയി പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്നു. എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. ഡ്രൈവറിനെയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പം നമ്മൾ വീണ്ടും ചാർട്ട് എടുത്ത് നോക്കുന്നു. അതിൽ റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ബോൺ ബൈ ആൻ എംപ്ലോയർ എന്ന് പറഞ്ഞതിൻ്റെ നേരെ താഴെ കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ. സ്മോൾ കാറാണ് എങ്കിൽ ₹1,800 പെർ മന്തും, ലാർജ് കാർ ആണെങ്കിൽ ₹2,400 പെർ മന്തും എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഷെഫറിൻ്റെത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്മോൾ കാറിൽ ഷെഫർ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 900 പെർ മന്ത് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ കാറ് സ്മോൾ കാറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് 1,800 പെർ മന്ത് അല്ലേ? ദാറ്റ് ഇൻറ്റു 12 പ്ലസ് 900 into 12. So 1,800 plus 900 is equal to 2,700 into 12. അങ്ങനെ ചെയ്താലും മതി. That is the taxable value of the perquisite. ആൻസർ കീയിൽ വന്നിട്ടുണ്ട്. The value of the perquisite in such a case will be 1,800 per month plus chauffeur or driver's salary at 900 per month, that is 2,700 into 12, ₹32,400 is the taxable value. പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം എല്ലാം ചെയ്ത് നോക്കി തിയറിയൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.